2024 ജൂൺ 3 അന്നായിരുന്നു ലോക ഫുട്ബോളിന്റെ സിംഹാസനം അലങ്കരിക്കുന്ന റിയൽ മാഡ്രിഡ് ഒരു പ്രഖ്യാപനം നടത്തിയത്. അത്രയും കാലം ഓരോ മാഡ്രിഡ് ആരാധകനും കേൾക്കാൻ ആഗ്രഹിച്ച വാർത്തയായിരുന്നു അത്. ആ വാർത്ത ഇപ്രകാരമായിരുന്നു: റിയൽ മാഡ്രിഡിന്റെ പുതിയ താരമായി എംബാപ്പയെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. അന്നേ വരെ ഫുട്ബോൾ വാർത്തകളിൽ കിംവദന്തിയായിരുന്ന അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. തുടർന്ന് ജൂലൈ 16 80,000 കാണികൾക്ക് മുമ്പിൽ റിയൽ മാഡ്രിഡ് എംബാപ്പയെ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇതിനു മുമ്പ് റിയൽ മാഡ്രിഡിന്റെ ചരിത്രത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രസന്റേഷന് മാത്രമാണ് 80,000-ലധികം ആരാധകർ ബെർണാബോയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഓഗസ്റ്റ് 15, 2024 അന്നായിരുന്നു റിയൽ മാഡ്രിഡിന്റെ വെള്ളക്കുപ്പായത്തിൽ എംബാപ്പെ അരങ്ങേറ്റം കുറിച്ചത്. അറ്റ്ലാന്റിക്കെതിരെ നടന്ന യുഎഫ സൂപ്പർ കപ്പിന്റെ ഫൈനൽ മത്സരം. കളിയുടെ 68-ാം മിനിറ്റിൽ ഇംഗ്ലീഷ് മധ്യനിരക്കാരനായ ജൂഡ് ബെല്ലിംഗാം നീട്ടി നൽകിയ പന്തിനെ എംബാപ്പെ അനായാസം വലയിലെത്തിച്ചു. ആദ്യ കളിയിൽ തന്നെ എംബാപ്പെ ഒരു ഗോളും ഒരു ട്രോഫിയും സ്വന്തമാക്കിയിരിക്കുന്നു. എന്നാൽ പുതിയ സീസണിൽ കാര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയല്ല സംഭവിച്ചത്. ലാലിഗയിൽ തന്റെ ആദ്യ ഗോളിനായി 4 മത്സരങ്ങൾ വരെ എംബാപ്പയ്ക്ക് കാത്തിരിക്കേണ്ടി വന്നു. കാര്യങ്ങൾ വീണ്ടും മോശമായി. ഒക്ടോബർ 27 നടന്ന എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ മറുപടിയില്ലാത്ത 4 ഗോളുകൾക്കാണ് റിയൽ മാഡ്രിഡ് സ്വന്തം തട്ടകത്തിൽ പരാജയപ്പെട്ടത്. അന്ന് ബാഴ്സലോണ പ്രതിരോധം 8 തവണയാണ് എംബാപ്പയെ ഓഫ്സൈഡിൽ കുരുക്കിയത്. ഇതുകൊണ്ടൊന്നും വിവാദങ്ങൾ അവസാനിക്കുന്നുണ്ടായിരുന്നില്ല. മത്സരത്തിന്റെ 31-ാം മിനിറ്റിൽ എംബാപ്പെ നടത്തിയ ഗോൾ സെലിബ്രേഷൻ അപ്പോഴേക്കും സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രോളുകളായി മാറിക്കഴിഞ്ഞിരുന്നു. എംബാപ്പയെ ഹസാർഡിന്റെ പിൻഗാമിയായാണ് പലരും വിധി എഴുതിയത്. ഫിനിഷിംഗിലെ പിഴവുകൾ എംബാപ്പയെ വളരെയധികം ബാധിച്ചു. ഈ കഴിഞ്ഞ സീസണുകളിലെല്ലാം ഒരു വിങ്ങറായി കളിച്ച അയാൾക്ക് മാഡ്രിഡിന്റെ നമ്പർ 9 റോൾ ഏറ്റെടുക്കാൻ ഇനിയും സമയം ആവശ്യമായിരുന്നു. ഇതിനൊക്കെ പുറമെ ലിവർപൂളിനെതിരായും ബിൽബാവോക്കെതിരായും കിട്ടിയ 2 നിർണായക പെനാൽറ്റികൾ എംബാപ്പെ നഷ്ടപ്പെടുത്തുകയും ചെയ്തു. ഇതൊക്കെ തന്നെ ധാരാളമായിരുന്നു. പത്രവാർത്തകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും എംബാപ്പെ ഒരു ഹാസ്യ കഥാപാത്രമായി മാറിക്കഴിഞ്ഞു. എംബാപ്പെ എന്ന 26-കാരൻ ഇന്നവരെ ചെയ്തതെല്ലാം വെറും ഒറ്റ നിമിഷം കൊണ്ട് ലോകം മറന്നുപോയി. പക്ഷേ താൻ ആരാണെന്ന പൂർണ്ണ ബോധം അയാൾക്കുണ്ടായിരുന്നു. മറ്റുള്ള സ്ട്രൈക്കേഴ്സിനെ പോലെയല്ല താനെന്നും ഫിനിഷിംഗിലും ഹെഡിങ്ങിലും തനിക്ക് പിഴവുകളുണ്ടെന്നും മനസ്സിലാക്കി തുടങ്ങുന്നിടത്താണ് എംബാപ്പയുടെ പുതിയ കാലം തെളിഞ്ഞു വരുന്നത്. എംബാപ്പെ പതിയെ അടവുകൾ മാറ്റി തുടങ്ങി. കളിയുടെ പൂർണ്ണ സമയവും നമ്പർ 9 പൊസിഷനിൽ അയാൾ ഒതുങ്ങിക്കൂടിയില്ല. പലപ്പോഴും അയാൾ പുറകിലേക്ക് നീങ്ങി പന്ത് സ്വീകരിച്ചു. വിങ്ങുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ബോക്സിന് പുറത്തുനിന്ന് തന്നെ ഗോൾ മുഖത്തേക്ക് ഷോട്ടുകൾ പായിക്കാനും അയാൾ ആരംഭിച്ചു. ഇതേ സമയത്താണ് മാഡ്രിഡ് പരിശീലകൻ കാർലോ ആൻസലോട്ടി മാധ്യമങ്ങൾക്ക് മുമ്പിൽ ആ പ്രസ്താവന നടത്തുന്നത്. അതിങ്ങനെയായിരുന്നു: ഞങ്ങളുടെ പ്രശ്നത്തെ ഞങ്ങൾ പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു. പിന്നീടുള്ള കാലം എംബാപ്പയുടേതായിരുന്നു. വെറും ഒരു നമ്പർ 9 അപ്പുറം പലപ്പോഴും അയാൾ നമ്പർ 10 നമ്പർ 7 മൈതാനത്ത് അവതരിച്ചു. എല്ലാ കളികളിലും പന്ത് വലയിലെത്തിക്കാൻ അയാൾ ആരംഭിച്ചു. വാർത്താ ചാനലുകളും സാമൂഹ്യ മാധ്യമങ്ങളും അയാളെ പാടിപ്പുകഴ്ത്താൻ ആരംഭിച്ചു. ഇതിനിടെയാണ് പെപ്പിന്റെ സിറ്റിയുമായുള്ള മത്സരവും അരങ്ങേറിയത്. 2 കളികളിൽ നിന്ന് ഒരു ഹാട്രിക് ഉൾപ്പെടെ 4 ഗോളുകളാണ് അയാൾ തന്റെ പേരിൽ കുറിച്ചത്. ആകത്തുക പരിശോധിച്ചാൽ 36 മത്സരങ്ങളിൽ നിന്ന് 27 ഗോളുകളും 4 അസിസ്റ്റുകളുമാണ് അയാളുടെ സമ്പാദ്യം. ഇതുകൂടാതെ റയലിനോടൊപ്പം 2 കിരീടത്തിൽ മുത്തമിടാനും എംബാപ്പയ്ക്ക് സാധിച്ചു. തന്റെ വിമർശനങ്ങൾ പ്രചോദനമാക്കിയ ആ 26-കാരൻ ഇനി എന്ത് മായാജാലമാണ് ലോകത്തിന് സമ്മാനിക്കുക എന്നത് പ്രവചനാതീതമാണ്.